അറിവ് പകരുക എന്നത് ദൈവീകമായ കർമ്മമാണ്. മുന്നിലിരിക്കുന്ന കുട്ടികളുടെ കൗതുകം നിറഞ്ഞ മുഖവും വിടർന്ന കണ്ണുകളും അറിവന്വേഷിക്കുവാനുള്ള പ്രേരണയാണ്. പഠിച്ചുകൊണ്ട് മാത്രമേ പഠിപ്പിക്കുവാൻ കഴിയൂ. അധ്യാപനത്തിൽ എനിക്ക് എപ്പോഴും മാതൃകയായി നിന്നിട്ടുള്ള പ്രിയപ്പെട്ട രാജേഷ് മാസ്റ്റർക്ക് ഈ കഥ സമർപ്പിക്കുന്നു. അധ്യാപക ദിനം ചെറുകഥ. അനന്തകൃഷ്ണൻ മാഷ് പെൻഷൻ പറ്റുകയാണ്. അവസാനത്തെ ക്ലാസ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കുട്ടികൾ കാതോർത്തു. പക്ഷേ മാഷ് ഒന്നും പറയാതെ അവരെ നോക്കി നിന്നതേയുള്ളൂ. ക്ലാസ് മുറികളിൽ പലപ്പോഴായി പറഞ്ഞു പോയതിൽ കൂടുതലായി മറ്റൊന്നും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നില്ല. ഉപദേശ രൂപേണ എന്തെങ്കിലും പറയാമെന്ന് വെച്ചാൽ ഉപദേശം കുട്ടികൾക്കിടയിൽ അപ്രസക്തമാണെന്നതാണ് മാഷിന്റെ അനുഭവം. പക്ഷെ അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കുട്ടികൾ ഹൃദയപൂർവ്വം കാതുകൂർപ്പിച്ചു. ഇനി അദ്ദേഹം സ്കൂളിൽ ഉണ്ടാവുകയില്ല എന്ന സത്യം കുട്ടികളെ മാത്രമല്ല സ്കൂളിനെ ആകമാനം ശോകഭരിതമാക്കി. സ്കൂളിന് ചുറ്റുമുള്ള മരങ്ങളും കൃഷിയും പൂന്തോട്ടവും എല്ലാം അദ്ദേഹത്തിന്റെ നിരീക്ഷണ വലയത്തിൽ ഇതുവരെ സുരക്ഷിതമായിരുന്നു. എല്ലാ പ്രവൃത്തികളിലും മൂല്യത്തിന്റെ വിത്തുപാകി മുളപ്പിച്ച് ജീവിതത്തെ കർമ്മനിരതമാക്കി കടന്നുപോയ 30 വർഷങ്ങൾ. വാക്കുകളേക്കാൾ പ്രവൃത്തിയിൽ വിശ്വസിച്ചതിനാൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളായിരുന്നു വിദ്യാർത്ഥികൾ ജീവിതത്തിൽ പകർത്തിയത്. അവർക്ക് അദ്ദേഹം ഒരു അധ്യാപകൻ മാത്രമായിരുന്നില്ല, അല്ലെങ്കിൽ ഒരധ്യാപകന് എങ്ങനെയൊക്കെ ആകാം എന്നതിൻ്റെ ഉദാഹരണമായിരുന്നു മാസ്റ്റർ. ശാസ്ത്ര വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നതെങ്കിലും അത് കുട്ടികളുടെ മനസ്സിൽ പതിയാൻ സംസ്കൃത ശ്ലോകങ്ങളും മലയാള കവിതകളും എല്ലാം കടന്നുവരും. ഭക്ഷണശീലത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടാൽ ഒരു ആരോഗ്യ വിദഗ്ധനാണെന്ന് തോന്നും. സ്വാദുള്ള ഭക്ഷണം വച്ചു വിളമ്പുന്ന നല്ലൊരു പാചകക്കാരനാണെന്ന് ചിലപ്പോൾ തോന്നും. ഭക്തികാര്യങ്ങൾ പറഞ്ഞാൽ നല്ലൊരു ഋഷിവര്യൻ, കൃഷിയിടത്തിൽ നല്ലൊരു കൃഷിക്കാരൻ. അങ്ങനെ ഏറെ വിസ്തരിച്ചാൽ ഒരുപാട് രൂപഭാവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഏതവസ്ഥയിലേക്കും അനായാസം ചേക്കേറാൻ കഴിയുന്ന ഒരു മെയ്വഴക്കം അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ ഉണ്ടായിരുന്നു. ഏതു പ്രശ്നത്തിനും സന്ദർഭോചിതമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ മിടുക്കനായ മാഷിനെ തേടി ഒരുപാട് തീറാമുട്ടികൾ അദ്ദേഹത്തിന് മുമ്പിൽ വന്ന് പിരിമുറുക്കങ്ങളില്ലാതെ പരിഹരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. പ്രതിഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക എന്ന ഗീതാതത്വം നിറവേറ്റാനെന്ന മട്ടിലൊന്നുമായിരുന്നില്ല മാഷത് ചെയ്തിരുന്നത്. സ്വതസിദ്ധമായ ഒരു ശൈലിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുകൾ അദ്ദേഹത്തിന്റെ സമയം പകുത്തെടുത്തിരുന്നു. ഒരു നല്ല കാര്യത്തിനും നോ പറയാത്ത ആൾ. ബോർഡ് പരീക്ഷയ്ക്ക് മുമ്പുള്ള പഠനാവധി കാലത്ത് തോൽവിയുടെ വക്കിൽ നിൽക്കുന്ന കുട്ടികൾ അദ്ദേഹത്തെ തേടിയെത്താറുണ്ട്. 1 മാസം കൊണ്ട് രാപകൽ പഠിപ്പിച്ച് അവരെ പരീക്ഷയ്ക്ക് പാകപ്പെടുത്തി വിടാറുമുണ്ട്. അതേ കാരണത്താൽ ചില കുട്ടികൾ പഠനകാലത്ത് ഉഴപ്പാനുള്ള ന്യായീകരണവും മാതാപിതാക്കൾ ആശ്വസിക്കാനുള്ള ഊന്നുവടിയും കണ്ടെത്തുന്നു. പക്ഷേ 1 മാസം കൊണ്ട് പാഠം പഠിപ്പിച്ചു പോകുന്നവരിൽ കളഞ്ഞുപോയ സമയത്തെക്കുറിച്ച് നഷ്ടബോധമുളവാക്കാനും മേലിൽ ബോധപൂർവം ജീവിക്കാനുള്ള തീരുമാനമുണ്ടാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അവരിൽ മിക്കവരും വിശേഷ ദിവസങ്ങളിൽ മാഷിനെ കണ്ട് ആശീർവാദം നേടാറുമുണ്ട്. മാഷിന്റെ ആവശ്യപ്രകാരം ആർഭാടമില്ലാതെ സ്കൂളിൽ നിന്ന് പടിയിറങ്ങാനുള്ള അനുമതി സഹപ്രവർത്തകർ നൽകി. ചെറിയൊരു ചായ സൽക്കാരം, 1-2 പേരുടെ ആശംസ, അത്രമാത്രമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചിരുന്നു. എല്ലാറ്റിനും എല്ലാവർക്കും നന്ദി എന്ന് ഒറ്റ വാചകത്തിൽ മറുപടി പ്രസംഗം പറഞ്ഞ് അദ്ദേഹം പടിയിറങ്ങി. ആ പടിയിറക്കം പക്ഷേ ഓർമ്മകളുടെ എണ്ണിത്തീരാത്ത പടികളിലേക്കായിരുന്നു. എപ്പോഴും
ആളുകളോട് സംസാരിച്ചും മറ്റു ജോലികളിൽ വ്യാപൃതനായും ജീവിച്ച അദ്ദേഹത്തിന്റെ സിലബസിൽ ഒറ്റപ്പെടൽ എന്ന വാക്കിന് സ്ഥാനമില്ലായിരുന്നു. എന്നാൽ ജോലിയിൽ നിന്ന് പിരിഞ്ഞ നിമിഷം മുതൽ മാഷ് ഓർമ്മകളുടെ പടികൾ ഒറ്റയ്ക്ക് കയറാൻ ആരംഭിച്ചു. ഭൂതകാലത്തേക്ക് കൂപ്പുകുത്തിയ അദ്ദേഹം പരിചിത വലയത്തിലുള്ളവർക്ക് തീർത്തും അപരിചിതനായി തീർന്നു. അദ്ദേഹത്തിന്റെ ഭാവമാറ്റം കുടുംബത്തിനും കൂട്ടുകാർക്കും മനോവിഷമമുണ്ടാക്കി. ഒന്നിനും പ്രതികൂല ഭാവം കാണിക്കാതെ തന്നെ മാഷ് എല്ലാത്തിൽ നിന്നും വിട്ട് മുറിക്കുള്ളിൽ ഒതുങ്ങി. ഇടയ്ക്ക് കാണാനും സംസാരിക്കാനും ശ്രമിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തി. ജോലിയിൽ നിന്ന് വിരമിക്കുന്നവർക്ക് കുറച്ചു നാളത്തേക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സ്വാഭാവികമെന്ന് ആശ്വസിച്ചുവെങ്കിലും 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ ഇന്ദുവിന് നില തെറ്റി. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന മകനെ വിളിച്ച് അവർ കരച്ചിലോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ശരിയാകുമെന്ന് പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിച്ചെങ്കിലും നീണ്ട അവധിയെടുത്ത് അവൻ വീട്ടിലെത്തി. അമ്മ പറഞ്ഞതിലും വഷളാണ് കാര്യങ്ങളെന്ന് മനസ്സിലായി. അവൻ അറിയാവുന്ന അച്ഛൻ വളരെ പോസിറ്റീവായിരുന്നു. ഒരു വിദൂര സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് കരുതിയിട്ടില്ല. റിട്ടയർമെന്റിനു ശേഷം അച്ഛൻ സ്വന്തമായ ഒരുപാട് പ്രവർത്തന മണ്ഡലങ്ങളിൽ സ്ഥിരോത്സാഹത്തോടെ നിലകൊള്ളുമെന്നാണ് കരുതിയത്. കൊറോണ കാലത്ത് എല്ലാവരും ആലസ്യത്തിൽപ്പെട്ടു പോയപ്പോൾ യോഗ പരിശീലിച്ച് ആരോഗ്യം നിലനിർത്തി. റിട്ടയർമെന്റ് ആഘോഷമാക്കുമെന്നും ചിരിച്ചുകൊണ്ട് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുമെന്നും ഒക്കെ ദൃഢനിശ്ചയം ചെയ്തയാൾ എന്താണ് ഇങ്ങനെ വിരക്തനായത്? ഈ മാറ്റം ഒട്ടും ശുഭകരമല്ലെന്ന് മനസ്സിലാക്കിയ മകൻ അച്ഛനെ വീണ്ടെടുക്കുവാൻ എന്തു മാർഗമെന്ന് ആലോചിച്ചു. അധ്യാപനം അച്ഛന്റെ രക്തത്തിൽ ലയിച്ചിട്ടുള്ള ഒന്നാണെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അധ്യാപനമില്ലാത്ത ജീവിതം മാഷിനെ മാഷല്ലാതാക്കി. കുട്ടിക്കാലം മുതൽ അവൻ കണ്ടിട്ടുണ്ട്, അച്ഛനു ചുറ്റും എപ്പോഴും വിദ്യാർത്ഥികൾ ഉണ്ടാവും. പരീക്ഷാകാലമായാൽ രാത്രിയിലും വീട്ടിൽ തിരക്ക്. ഭാര്യയും കൂടി അധ്യാപികയാവണമെന്ന ചിന്തയിലാണ് ബിഎഡുകാരിയായ അമ്മയെ വിവാഹം കഴിച്ചത്. കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയ അമ്മയ്ക്ക് കുറച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കൊടുത്ത് പരീക്ഷണം നടത്തിയ കഥ കേട്ടിട്ടുണ്ട്. 2 മണിക്കൂർ പഠിപ്പിച്ച് ബോറടിച്ചപ്പോൾ അമ്മ വാച്ചിൽ നോക്കി. വാച്ചിൽ സമയം നോക്കി പഠിപ്പിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അധ്യാപികയാവാനുള്ള അർഹതയില്ലെന്ന് അദ്ദേഹത്തിന്റെ തീരുമാനം. അങ്ങനെ ഭാര്യയ്ക്ക് ടീച്ചറാകാനുള്ള അർഹതയില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ടീച്ചറായേ അടങ്ങൂ എന്ന് വാശിയില്ലാതിരുന്ന അവർ ആ ശ്രമം പിന്നെ തുടർന്നില്ല. അച്ഛൻ എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയാൻ അവൻ ഒരു ശ്രമം നടത്തി. അടുത്തു ചെന്ന് ഇനി എന്താണ് പരിപാടി എന്ന് ചോദിച്ചു. അദ്ദേഹം കുറച്ചു നേരം മൗനമായിരുന്ന് പിന്നെ പ്രത്യാശ നശിച്ച ഒരു ചിരിയോടെ പറഞ്ഞു, കഴിഞ്ഞില്ലേ, ഇനി എന്തു ചെയ്യാൻ? ആ പറച്ചിൽ നിന്ന് ഒരു തകർന്ന സ്വപ്നത്തിന്റെ കനൽ അവന്റെ മേൽ വീണു. പിന്നെ ആ സ്വപ്നത്തിന്റെ കാതൽ തിരിഞ്ഞ് അവൻ അച്ഛന്റെ ചിന്തകളിലേക്കിറങ്ങി. സ്കൂൾ വിട്ടാൽ മറ്റൊരു മഹത്തായ സ്ഥാപനം തുടങ്ങണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. വീടിനും നാടിനും രാഷ്ട്രത്തിനും മുതൽക്കൂട്ടായ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ കഴിയുന്ന ഒരു സ്ഥാപനം. അതിനുള്ള രൂപരേഖ വളരെ മുമ്പ് തന്നെ അദ്ദേഹം തയ്യാറാക്കി തുടങ്ങിയിരുന്നു. കുട്ടികൾ ഏതെങ്കിലുമൊക്കെ തലത്തിൽ സമർത്ഥരാണ്. പക്ഷേ സ്വയം അറിയാതെ സ്വന്തം കഴിവുകൾ പുഷ്ടിപ്പെടുത്തുവാൻ അവസരവും ആത്മവിശ്വാസവും ലഭിക്കാതെ പാതി വളർച്ചയിൽ പലരും മുരടിച്ചു പോകുന്നു. ദുഃഖകരമായ ഒരു സത്യമാണത്. അതിന് പരിഹാരമായിട്ടാണ് അദ്ദേഹം തൻ്റെ സ്ഥാപനത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മനസ്സിൽ മെനഞ്ഞത്. അതിൻ്റെ ആഴവും പരപ്പും അതിശയകരമായിരുന്നു. പക്ഷേ അങ്ങനൊന്ന് തുടങ്ങി വെക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാടും ആൾബലവും ഒന്നും അദ്ദേഹത്തിന് തരപ്പെടുത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാവില്ലെന്ന തിരിച്ചറിവ് മാഷിനെ നിരാശനാക്കി. എല്ലാം മനസ്സിലാക്കിയ മകൻ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ ചില ശിഷ്യഗണങ്ങളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. വിവിധ രംഗങ്ങളിൽ വ്യാപൃതരായിരുന്ന അവർ ഒന്നു ചേർന്നു. മാഷിന്റെ സ്വപ്ന സൗധം യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. നല്ല കാര്യങ്ങൾ ചെയ്യാനൊരുങ്ങുമ്പോൾ ലോകം മുഴുവൻ കൂടെയുണ്ട് എന്ന സത്യം അവർ മനസ്സിലാക്കുകയായിരുന്നു.
തൻ്റെ ആഗ്രഹങ്ങൾക്ക് ശിഷ്യർ രൂപം നൽകുന്നുവെന്ന തിരിച്ചറിവ് മാഷിന് പുനർജനിയായി. മാഷിന്റെ സ്വപ്നങ്ങൾ കാലത്തിന്റെ ആവശ്യമായിരുന്നു. അതിനാൽ സ്ഥാപനം തുടങ്ങും മുൻപേ അഡ്മിഷനായി അനേകം ആവശ്യക്കാർ വന്നു തുടങ്ങി. അടുത്ത വർഷത്തെ അധ്യാപക ദിനത്തിൽ സ്വാശ്രയ എന്ന ആ സ്ഥാപനം പ്രവർത്തനം തുടങ്ങി. അനന്തകൃഷ്ണൻ മാഷ് പ്രിൻസിപ്പലായി ചുമതലയേറ്റു. റിട്ടയർമെന്റിന് ശേഷം വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ സേവന സന്നദ്ധരായ മികച്ച അധ്യാപകർ അവിടെ നിയമിക്കപ്പെട്ടു. പഠനത്തോടൊപ്പം ഏതു പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്കും മികച്ച മാർഗനിർദ്ദേശം നൽകാൻ അതിൻ്റെ പ്രവർത്തനം സ്വാശ്രയയ്ക്ക് കഴിഞ്ഞു. നിരാശയോടെ എത്തുന്ന പലർക്കും വഴികാട്ടിയായി അതിൻ്റെ പ്രവർത്തനം തുടർന്നു. നാടിൻ്റെ പ്രകാശഗോപുരമായി അത് പേരെടുത്തപ്പോൾ അനന്തകൃഷ്ണൻ മാഷ് അനശ്വരതയിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു.